മേജർ തീരത്തിന്റെ ഇടികാരി 5 വയസ്സായ പൊന്നോമന എന്നോടൊപ്പം നിൽക്കുകയാണ് കേട്ടോ. അവളും ഞാനുമായിട്ടൊരു ഒരു ഇടി. കരാട്ടല്ലേ കരാട്ടെ എനിക്കത് ഞാൻ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം. നമ്മളായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള കാര്യം അത് ഫൈറ്റ് ചെയ്തിട്ട് മതി. ഇന്ന് വീഡിയോ കാണും വേണ്ടല്ല. അപ്പൊ നമുക്ക് ഉള്ള ഇടി കാണാം വേണ്ടല്ല. നോക്കട്ടെ ഇടിച്ചോക്കാം. അയ്യോ 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 വേണ്ട. അയ്യോ 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 ദൈവമേ, പറയാൻ വാക്കുകളില്ല കേട്ടോ. 5 വയസ്സുകാരി ഹയാന അല്ലേ? ഹയാനല്ലേ മോളത് എത്ര പഠിക്കുന്നു ഇപ്പൊ? UKG. ഒമ്മ മോളി UKG-യില് ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതാ? മാത്സ്. പൊളിയാണല്ലോ, ബുദ്ധികളാണല്ലോ, നല്ല ഇതാണല്ലോ. അപ്പൊ ചോദിക്കട്ടെ മോളെ, എങ്ങനെ ഇത് ഇടിക്കാൻ തോന്നിയത്? ആൾക്കാർ ഇടിക്കുമ്പോ പേടിക്കത്തില്ലേ? ഇഷ്ടമാണോ? ഇനിയിപ്പോ വളർന്നവര് കളിക്കാനൊക്കെ പോകും, ഓരോ സ്ഥലങ്ങൾ കളിക്കാൻ പോകും. ബാംഗ്ലൂർ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്ന കളി? എത്ര പേരെ ഇടിച്ചിട്ടു പോള്? ഒരാളെ രണ്ടാളെ? എത്ര പേര് ഇടിച്ചിട്ടു? 2 പേര്. അപ്പോ ഇനി ഇടിക്കാൻ പോവൂ? അപ്പൊ ഒരുപാട് തലങ്ങളിൽ അവളെത്തട്ടെ. കാരണം ഞാൻ സംസാരിക്കാനുള്ള നാണം കുടുങ്ങിയാണ്. പക്ഷെ നാണം സംസാരത്തിൽ മാത്രമേ ഉള്ളൂ. ഇടി തുടങ്ങിയ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ മക്കളെ. അവള് കണ്ട് ഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പട്ടിങ്ങായിരുന്ന ബാക്ക് എല്ലാം ഇട്ട് അടിച്ചു പൊളിക്കില്ലേ കേട്ടാ. ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കിയാലോ? നോക്കാം, ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാം. ഞാൻ എങ്ങനെ സ്റ്റെപ്പ് നോക്കിയുണ്ട്? ഇപ്പൊ സ്റ്റെപ്പ് പറഞ്ഞാ എങ്ങനെ മോള് കാണിച്ച് തിരിഞ്ഞു നിന്ന് മോളുടെ സ്റ്റൈലൊന്ന് കാണിച്ച് നിങ്ങളെ പഠിപ്പിച്ചത് ഇടിക്കാൻ പോകുന്ന കാണിച്ചു തന്നെ. നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്താണ്? ബിജോ. അഭിമാനം. മോളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണ് പറയാനുള്ളത്? മോളെ കുറിച്ച് പറയുമ്പോഴേക്കും ഇപ്പോഴേ നല്ല ഒരു പരിശീലന കേന്ദ്രത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂ ഇന്ത്യൻ സ്പോർട്സ് അക്കാഡമിയിലാണ് പോകുന്നത്. അവിടുത്തെ പരിശീലനം ചെയ്ത് ഇപ്പൊ നമ്മള് ഈ നാഷണൽ ലെവലിലോട്ട് എത്തിയത് കൊണ്ട് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അയ്യോ, അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ലാസ്റ്റ് കളിച്ചത്? ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ എന്തായിരുന്നു കിട്ടിയത്? അവിടത്തെ 3 മത്സരത്തിനാണ് പങ്കെടുത്തത്. അതിൽ 2 വിൻ ചെയ്തെന്നാണ് വിൻ ചെയ്ത്. ഞാൻ ചോദിക്കട്ടെ, ഈ 5 വയസ്സായ മോളെ എങ്ങനെ നിങ്ങൾ ധൈര്യത്തിൽ ഇടിക്കപ്പെടുന്നു? അവക്ക് അതിലോട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു 3 വയസ്സ് മുതലേ. ആ ഒരു താല്പര്യത്തിലാണ് 3 വയസ്സ് മുതലേ പരിശീലനത്തിന്. മോളെ ഇടിച്ചു കിടത്തുമ്പോഴേ അമ്മയ്ക്ക് പ്രയാസം ഉണ്ടാവില്ലേ? ഇല്ല, അത് കളിയും ചെയ്താകുമ്പോഴത്തേക്കും പിന്നെ അതൊരു കുഴപ്പമില്ലല്ലോ. പുറകിൽ നമ്മൾ ഇടിക്കാനായിട്ട് അവള് ഭയങ്കര സ്പിരിറ്റ് ആണല്ലേ. ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമാണല്ലോ അല്ലേ? ആ ഡ്രസ്സിലോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. എന്താണ് സ്വപ്നങ്ങൾ ഇനി ഇവിടെ കൊണ്ടുള്ള എന്തൊക്കെയാണ് ചെയ്യാനുള്ള ഒരു? നമുക്ക് ഇനിയിപ്പം നാഷണൽ ലെവലിൽ എത്തിയെങ്കിലും ഇനി ഇന്റർനാഷണൽ ലെവലിലോട്ട് എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരുപാട് പേര് കൂട്ടുണ്ടാവണം. തീരത്ത് നിന്ന് ഒരുപാട് പേര് കൂട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഒത്തിരി സന്തോഷം മനസ്സുകൊണ്ട് പറയാലോ. മോളെ കൊണ്ട് ഒത്തിരി സന്തോഷം. കാരണം തീരത്തിന്റെ നോക്കി നിൽക്കണ്ട, ഭയങ്കര സന്തോഷം കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം. ഇപ്പൊ ഞാൻ വിട പറയുകയാണ്. ഈ മോളുടെ വിശേഷങ്ങൾ ഇനിയും കാണും കേട്ടോ. വളരട്ടെ, അവളുടെ നാണം മാറട്ടെ, ഇടിച്ച് തോരട്ടെ എല്ലാത്തിനും അല്ലെ. തോരത്തി വിളങ്ങി ജീവിക്കണല്ലേ. ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അച്ഛന്റെയും ഈ തീരത്തിന്റെയും സ്വപ്നം പൂവടിയാൻ ഞങ്ങളും കാത്തിരിക്കും. നിങ്ങളോടൊപ്പം അജിത് ശംഖുമുഖവും ഈ കുടുംബവും. ബൈ.